മകൻ മരിച്ചതിൽ അവർ മാനസികമായിട്ട് കാര്യം ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മകനില്ലാത്ത വീട്ടിൽ നിൽക്കാനും ആ ഒരു മാനസിക നില അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അവൻ മരിച്ച സ്ഥലത്ത് ഞങ്ങൾ കൂടി പോയാലോ എന്നുള്ളവർ എപ്പോഴും എൻ്റെ ഇങ്ങനെ ചോദിക്കും. കെട്ടിയൊക്കെ പിടിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ നല്ലതായിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എല്ലാവർക്കും നമസ്കാരം. മകൻ മരിച്ച് പിറ്റേ വർഷം അതേ ദിവസം തന്നെ അച്ഛനും അമ്മയും മകനിലേക്ക് തന്നെ യാത്രയായി. തിരുവനന്തപുരം മുട്ടടയിൽ സ്നേഹദേവ് ശ്രീകല ദമ്പതികൾ കഴിഞ്ഞ ദിവസം ആറ്റിൽ ചാടി മരിച്ചൊരു ദാരുണ സംഭവം ഉണ്ടായി. മകൻ്റെ മരണത്തോടെ ഈ അച്ഛനും അമ്മയും വളരെ ദുഃഖത്തിലായിരുന്നു. മകന് ഹൃദയാഘാതം വന്ന് മരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയമായിരുന്നു. മകൻ്റെ പേരിൽ വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുകയും 20ഓളം പേർക്ക് വലിയ സാമ്പത്തിക സഹായം നൽകുകയും അതിനുശേഷം ഈ കഴിഞ്ഞ 3-ാം തീയതി അവർ കാശിയിലേക്ക് യാത്ര പോവുകയാണെന്നും പറഞ്ഞ് ബന്ധുക്കൾക്ക് മുഴുവൻ എല്ലാവരെയും പോയി കാണാത്തവർക്ക് മെസ്സേജ് വെച്ചിട്ട് ഇവിടുന്ന് യാത്ര തിരികുകയും ഈ പറഞ്ഞ ആറ്റിൽ ചാടി മരിക്കുകയുമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഇവരുടെ ബന്ധുക്കളോട് തന്നെ ചോദിച്ചിട്ട് വരാം. ചേട്ടനും ചേച്ചിയും ഒരു മോനുണ്ടായിരുന്നു, ശ്രീദേവ്. മോൻ LLBയിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം മോനൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുകയാണ് ചെയ്തത്. അപ്പം മരിച്ചിട്ടിപ്പോൾ 1 വർഷം ഫെബ്രുവരി 3 ആവുകയാണ്. അപ്പം മാനസികമായിട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദനയിലായിരുന്നു അവർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും സൈലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മോൻ്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി അതിലൂടെ പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് ധനസഹായം എത്തിക്കുക, അതിൻ്റെ എല്ലാം അത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കൊണ്ടുപോയി. ആ ടൈമിൽ ഇങ്ങനെ മോൻ്റെ ആണ്ടിന് മുന്നേ ഒരു തീർത്ഥാടനം നടത്തണമെന്നാണ് ഞങ്ങളോടെല്ലാം പറഞ്ഞത്. തീർത്ഥാടനത്തിന് പോയതാണ്. അപ്പോൾ കാശിക്ക് പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെല്ലാം പറഞ്ഞു ഇത്രയും ദൂരെ സ്വയം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതൊരു ഇതാണ്, അതുകൊണ്ട് ഇത് ആണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് മുന്നേ അവർ തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ചയുടെ അന്ന് രാത്രി ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പോകുന്ന സമയത്തുണ്ടായിരുന്നു, പക്ഷെ പരസ്പരം അന്ന് രാത്രി യാത്ര പറയാനായിട്ട് ഞങ്ങളോട് യാത്ര പറയാനായിട്ട് അന്ന് പറ്റിയില്ല. 3ാമത്തെ ചേട്ടൻ്റെ വീടാണ്, ചേട്ടൻ്റെ മോനാണ്. അവരോട് അന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾക്ക് രാത്രി ഒരു 12:30 മണിയൊക്കെ ആയപ്പം ഇളയ അനിയനാണ്, മരിച്ച സ്നേഹചേട്ടൻ്റെ ഇളയ അനിയനാണ് എൻ്റെ ഹസ്ബൻഡ്. ചേട്ടൻ്റെ മൊബൈലിലോട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് യാത്ര പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇട്ടിരുന്നു. വന്നിട്ട് കാണാം 3ാം തീയതി ട്രസ്റ്റ് നല്ല രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് നടത്തണമെന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെയാണ് ഞങ്ങൾ വാർത്തയിലൂടെ ഇല്ല, മകൻ മരിച്ചതിൽ അവർ മാനസികമായിട്ട് കാര്യം ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മകനില്ലാത്ത വീട്ടിൽ നിൽക്കാനും ആ ഒരു മാനസിക നില അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അപ്പം അതിൽ നല്ല മാനസികമായിട്ട് അവർ തകർന്നു നിൽക്കുന്ന ആ ഒരു ഇതായിരുന്നു. രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. വന്ന് കെട്ടിയൊക്കെ പിടിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ നല്ലതായിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് നമുക്കിങ്ങനെ ഒറ്റയ്ക്കായിരുന്നെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേനെ. പക്ഷേ ഒരുമിച്ചാകുമ്പോഴത്തേക്ക് ഇവരിടയ്ക്ക് എല്ലാ അമ്പലത്തിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതേപോലെ ഇടയ്ക്ക് രാമേശ്വരത്തൊക്കെ പോയതാണ്. അപ്പോൾ അതേപോലെ കുംഭമേളയൊക്കെ പോകുന്നതാണ് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ എവിടെയെങ്കിലും ഇങ്ങനെ പോവായിരിക്കുമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ട് പോയത്. നമ്മളടുത്ത് വന്ന് കണ്ടിട്ടാണ് പോയത്. കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോയി. എന്നിട്ടൊരു രാത്രി ആയപ്പോഴത്തേക്ക് ഇവരെ കാണാൻ പറ്റാത്തപ്പോഴത്തേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ മോൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു. അപ്പം 2 മണി വരെ ചേട്ടൻ അവിടെ പോയി ഡയറക്റ്റ് കണ്ട് സംസാരിച്ചിട്ടാണ്. അപ്പം ചേട്ടനും പറഞ്ഞു രാത്രി 2 കിട്ട സമയത്ത് യാത്ര ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ വെളുപ്പിന് പോയിട്ട് തിരിച്ച് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തോന്നിയില്ല. 3ാം തീയതി പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയാം ആക്സിഡന്റ് പറ്റിയെന്ന് പറയുന്നത്. അങ്ങനെ ആ ന്യൂസ് ചാനലിൽ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ന്യൂസ് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. 3rd ഇവൻ്റെ ഫസ്റ്റ് ഇയർ ഡെത്ത് ആനിവേഴ്സറി അപ്പുവിൻ്റെ. അപ്പോൾ അതിനിവിടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ കാണത്തില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളെന്തിനാ അപ്പോൾ നമ്മൾ യാത്ര പറയുമ്പോഴും നിങ്ങളെന്തിനാ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത്, അവരത് പറയുന്നില്ല എവിടെയാണ് ശരിക്കും പോകുന്നതെന്ന്. അപ്പോൾ 3ാം തീയതിക്ക് മുമ്പേ നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിടുന്നത്. അപ്പോൾ ഇതാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മകൻ്റെ ഒരു ചടങ്ങായിട്ട്, അതായത് ഈ ട്രസ്റ്റിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു ധനസഹായം ഈ 20ാം തീയതി ഇവിടെ വെച്ചിട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ഒരു 21 പേർക്ക് ധനസഹായമായിട്ട് കൊടുക്കുകയും ചെയ്തു. അർഹതപ്പെട്ടവർക്ക് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടത്തിയിട്ടാണ്
പോയി. ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് അതിന് മുന്നേ അല്ല തീർത്ഥാടനം അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ അതിനു വേണ്ടിയാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും മോൻ്റെ ഇതായതുകൊണ്ട് യാത്ര പോകുന്നത് കുറച്ചുകൂടെ ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടിലും ലൈക്ക് മനസ്സിനൊരു ഇത് കിട്ടുന്നത് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ. അവരല്ലെങ്കിലും നമ്മളെ ഇവിടെ വീട്ടിൽ മകൻ മരിച്ചു കഴിഞ്ഞിട്ടും ഫുള്ളി ഐസൊലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഐസൊലേറ്റഡ് ആകുമ്പോഴത്തേക്ക് രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും ആയിരിക്കും, രാത്രി ആയിരിക്കും വരുന്നത്, കഴിക്കുന്നതും അമ്പലത്തിലെ ഫുഡൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്കാർ ഇവിടെ മകൻ്റെ ഏറ്റവും ലൈക്ക് ഇൻറ്റിമേറ്റ് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, വേറെ എവിടെയെങ്കിലും ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങനെ. മരിച്ച ശേഷം അവർ മാനസികമായിട്ട് തകർന്നു പോയി. എപ്പോഴും ഡൗട്ട് ചോദിക്കും, ഇനി അവൻ മരിച്ച സ്ഥലത്ത് ഞങ്ങളൂടി പോയാലോ എന്നുള്ളവർ എപ്പോഴും എൻ്റെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവരെ എങ്ങനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി വളരെ ശ്രമിച്ചിട്ടുണ്ട് എന്നും. അപ്പോൾ ഒരു 3-ാം തീയതി മകൻ മരിച്ച ഒരു വർഷം തികയുന്ന ദിവസം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ട്രസ്റ്റിൻ്റെയൊക്കെ ഭാരവാഹികളാണ്. ഇതിനകം വെച്ച് അവൻ പറഞ്ഞ് 33-ാം തീയതി വരെ ലേറ്റ് ആവേണ്ട, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് 18-ാം തീയതി ഈ ഫംഗ്ഷൻ വെച്ച് കുറേ വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് 25 ആളിന് ധനസഹായം ചെയ്ത് ട്രസ്റ്റിൻ്റെ ഇതിൽ. അത് കഴിഞ്ഞിട്ട് അവർ 3-ാം തീയതി വീണ്ടും ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി അവർക്ക് വിൽക്കാനുണ്ട് വക്കത്ത്. അത് വിറ്റ് കഴിഞ്ഞാൽ ഇത് ആരെയൊന്നും സംഭാവന സ്വീകരിക്കുന്നതല്ല, അടുത്ത് ഒരു 50 ആൾക്കാർക്ക് ധനസഹായം 2000 രൂപ, ഇപ്പോൾ 2000 രൂപ വെച്ച് 25 ആളിന് കൊടുത്തു ഓൾറെഡി. ഇപ്പോൾ അടുത്തിന് 50 ആളിന് കൊടുക്കാനുള്ള ഇതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 22 വയസ്സ്, 23 വയസ്സായി. ഫാസ്റ്റ് ഫുഡാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചൊരു ഡൗട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഇല്ലെന്നാണ് പിന്നെ അറിഞ്ഞത്. സൈലത്തിൽ. ഇപ്പോഴവർ പറഞ്ഞത് ഈ കുംഭമേള നടക്കുന്നില്ല കാശിയിൽ പോകുന്നു. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ ഇവിടെ വെച്ചതിന് ശേഷം ഈ പാവങ്ങൾക്കായിട്ടുള്ള ഈ സംഭാവനയും കൊടുത്തിട്ട് അവർ പോകാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് എന്നെ മെനങ്ങാന്ന് രാത്രി വന്നിട്ട് അരിപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞ് വിളിച്ച്, അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും രാവിലെ പോയാണ് ശങ്കരം കുഴിയുടെ എന്ന് പറയുന്ന ആ നെയ്യാറിൻ്റെ അവിടെ വന്നിട്ട് അവർ വന്നിട്ട് ഈ ബോഡി അവിടെ ഉണ്ടായിരുന്നു.